ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അഭിവന്ദ്യനായ ഗുരുഭൂതൻ വിശ്വനാഥൻ നമ്പൂരി സാറ്, അതുപോലെ ശ്രേഷ്ഠ ഗുരുശ്രേഷ്ഠൻ മധുചേട്ടൻ, ബാക്കി സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം. ഇന്ന് എൻ്റെ പ്രഭാഷണ വിഷയം താരോപദേശം എന്നുള്ളതാണ്. സമയ ചുരുക്കം കൊണ്ട് നേരിട്ട് വിഷയത്തിലോട്ട് കടക്കുകയാണ്. ഹൈന്ദവ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വളരെയേറെ പ്രാധാന്യത്തോടെ പരാമർശിക്കപ്പെടുന്ന 5 ശ്രേഷ്ഠ കഥാപാത്രങ്ങളാണ് പഞ്ചകന്യകമാർ. ലൗകിക അർത്ഥത്തിൽ ഇവരെല്ലാം തന്നെ വിവാഹിതകളും അമ്മമാരും ആണെങ്കിലും ഇവരുടെ പരിശുദ്ധിയും പാപനാശിനിയുമായ ദിവ്യത്വവും വരപ്രസാദവും കൊണ്ട് ആണ് ഇവരെ നിത്യകന്യകമാർ എന്ന് അറിയപ്പെടുന്നത്. ഈ 5 സ്ത്രീകളുടെയും ചരിത്രം സ്മരിക്കുന്നത് തന്നെ സർവ പാപങ്ങളും നശിക്കുവാൻ സാധിക്കും എന്നാണ് വിശ്വാസം. ആരൊക്കെയാണ് ഈ പഞ്ചകന്യകമാർ എന്ന് നോക്കാം. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി തഥാ പഞ്ചകന്യ സ്മരേ നിത്യം മഹാപാതക നാശനം എന്നാണ് നമ്മുടെ വിശ്വാസം. ആരാണ് ഈ 5 പേരും? മഹാതപസ്വിയായ ഗൗതമന്റെ ധർമ്മപത്നിയാണ് അഹല്യ. മാത്രവുമല്ല, ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശം കൊണ്ട് ശാപമോക്ഷം ലഭിച്ച് മുക്തി ലഭിച്ച ഒരു സാത്വിയാണ് അഹല്യ. അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന 2 ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. ഈ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ജ്വലിച്ചു നിൽക്കുന്ന ഇതിഹാസ നായികമാരാണ് സീതയും ദ്രൗപദിയും. ഇവരെല്ലാവരും ബുദ്ധിശക്തിയും ആദർശശുദ്ധിയും സൗന്ദര്യവും അസാമാന്യമായ വിപത്തി ധൈര്യവും കൊണ്ട് പ്രസിദ്ധരാണ്. നേരിട്ട എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രതിബന്ധങ്ങളും അവരുടെ ധൈര്യം കൊണ്ട് നേരിട്ട് വിജയം വരിച്ച സ്ത്രീ രക്തങ്ങളാണ് ഇവർ എല്ലാവരും. ഇപ്പൊ ഇതുപോലെയുള്ള മഹത് വ്യക്തികളുടെ ഗണത്തിലാണ് രാവണ പത്നിയായ മണ്ഡോദരിയും വാനരപത്നിയായ താരയും സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയാറുണ്ട്, ഒരു വ്യക്തിയുടെ മഹത്വം നമ്മൾ കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡം ജാതിയോ മതമോ കുലമോ ലിംഗമോ ഒന്നുമല്ല, അവരുടെ കർമ്മമാണ് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ ബാലിയും രാവണനും വളരെ പണ്ഡിതരാണ്, മഹാരാജാക്കന്മാരാണ്, ബുദ്ധിമാന്മാരാണ്. പക്ഷേ ഇവർക്ക് ദോഷമുണ്ട്. ഇവരെ എല്ലാവരും അഹങ്കാരികളും ദുർമാർഗികളുമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഭർത്താക്കന്മാരെ ധർമ്മത്തിന്റെ മാർഗത്തിലോട്ട് നയിക്കാനായിട്ട് വളരെ അധികം ശ്രമിച്ചവരാണ് ഈ 2 സ്ത്രീകളും. അതാണ് ഇവരുടെ മഹത്വം. അതുകൊണ്ടാണ് ഇവർക്ക് ഈ പഞ്ചകന്യകമാരിൽ ഇടം നേടാൻ സാധിച്ചത്. ഇങ്ങനെ മഹത്വം മാത്രം നോക്കി സ്ഥാനം നൽകുന്ന ഒരു സംരംഭം നമ്മുടെ സനാതന ധർമ്മത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇവിടെ പ്രത്യേകം സ്മരണീയമാണ്. നമ്മുടെ അധ്യാത്മ രാമായണത്തില് താരോപദേശമാണ് എൻ്റെ വിഷയം എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അനേകം സ്തുതികളും ഒക്കെ ഉണ്ട്, സ്തുതികളും ഉപദേശങ്ങളും ഉണ്ട്. പക്ഷെ വാൽമീകി രാമായണത്തില് ഈ ഉപദേശങ്ങളോ സ്തുതികളോ ഒന്നും കാണാറില്ല. കാരണം രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞ് രാമനെ ധർമ്മ വിഗ്രഹമായിട്ടാണ് വാൽമീകി അവതരിപ്പിക്കുന്നതെങ്കിലും രാമനെ പൂർണ്ണമായ ഒരു മനുഷ്യനായിട്ട് രാമന്റെ മനുഷ്യത്വ രൂപമാണ് വാൽമീകി രാമായണത്തിൽ പ്രതിപാദിക്കുന്നത്. പക്ഷെ അധ്യാത്മ രാമായണത്തിലാകട്ടെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഈശ്വരീയ ഭാവമാണ് അധ്യാത്മ രാമായണത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അനേകം സ്തുതികളും ഉപദേശങ്ങളും ഉണ്ട്. അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണ സാന്ത്വനം, ഇപ്പോൾ അതിന് ലക്ഷ്മണ ഉപദേശം എന്ന് പറയും. അതുപോലെ
ആരണ്യകാണ്ഡത്തിലെ ലക്ഷ്മണോപദേശം, കിഷ്കിന്ധകാണ്ഡത്തിലെ താരോപദേശം, അതുപോലെ ക്രിയാമാർഗോപദേശം, ഹനുമാൻ രാവണന് നൽകുന്ന ഹിതോപദേശം, അങ്ങനെ അനേകം ഉപദേശങ്ങൾ കൊണ്ട് സമ്പന്നമാണ് അത്യാൽപരാമായണം. ഈ ഉപദേശങ്ങളെല്ലാം തന്നെ വളരെ ദൈർഘ്യമേറിയതും വേദാന്ത തത്വങ്ങൾ അടങ്ങുന്നതുമാണ്. പക്ഷേ വേദാന്ത തത്വങ്ങളോ ദൈർഘ്യമോ ഇല്ലാതെ ഏതാനും വാക്കുകൾ കൊണ്ട് മാത്രം സ്വന്തം മകന് ഒരു ഉപദേശം നൽകി ധന്യയായ പ്രസിദ്ധയായ ഒരു സ്ത്രീ രത്നമുണ്ട് രാമായണത്തിൽ, സുമിത്ര. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പിതാവിൻ്റെ പ്രതിജ്ഞ അല്ലെങ്കിൽ പിതാവിൻ്റെ വാക്ക് പാലിക്കുവാനായിട്ട് വനത്തിലേക്ക് പുറപ്പെടാൻ പോകുന്ന ശ്രീരാമചന്ദ്രനെ തടയുവാനായിട്ട് സ്വന്തം മാതാവായ കൗസല്യാദേവി വളരെയധികം പണിപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു സമയത്താണ് ജ്യേഷ്ഠനെ അനുഗമിക്കാനായിട്ട് അനുഗ്രഹം ചോദിക്കുന്ന മകന് ഒരു ഉപദേശം നൽകി വനത്തിലേക്ക് യാത്രയാക്കുന്ന സുമിത്ര. ആ ഉപദേശമൊക്കെ എല്ലാവർക്കും വളരെ അറിയാവുന്നതാണ്. രാമം ദശരഥം വിത്തി മാം വിത്തി ജനകാത്മജാം അയോധ്യാം അടവയും വിത്തി ഗച്ഛതാത യഥാസുഖം എന്നാണ് പറയുന്നത്. യാതൊരു മടിയുമില്ലാതെ ഈ ഉപദേശം കൊടുത്ത് മകനെ വിടുകയാണ്. മാത്രമല്ല സുമിത്ര ഒരു വാചകം കൂടെ പറയുന്നുണ്ട്, എപ്പോഴും അഗ്രജന്റെ കൂടെ അഗ്രജനെ പരിചരിച്ച് അഗ്രജന്റെ മുന്നേ നടക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഉപദേശം കൊടുക്കുന്ന സുമിത്ര അതുപോലെ. പക്ഷെ ഈ വാക്കുകളൊന്നും പറയാതെ അല്ലെങ്കിൽ ഒരു വാക്കുപോലും ഉരിയാടാതെ സാന്നിധ്യം കൊണ്ട് മാത്രം തങ്ങളുടെ പ്രസൻസ് പ്രകടമാക്കുന്ന കുറെ സ്ത്രീരത്നങ്ങളുണ്ട് രാമായണത്തില്. ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി, രൂമ, അങ്ങനെ തുടങ്ങിയവര്. പക്ഷെ ഇതൊന്നും അല്ലാതെ സ്വന്തം പേര് പോലും വെളിപ്പെടുത്താതെ പക്ഷെ രാമായണത്തിന് കാരണമായേക്കാവുന്ന രത്നാകരൻ എന്ന ഒരു കാട്ടാളനെ മഹർഷിയായ വാൽമീകിയായി പരിവർത്തനം ചെയ്യാനായിട്ട് കാരണഭൂതയായ ഒരു സ്ത്രീയുണ്ട് രാമായണത്തിൽ. സപ്തർഷികൾ വരുമ്പോൾ കാട്ടാളനായ രത്നാകരൻ അവരെ പിടിച്ചു പറിക്കാനായിട്ട് ചെല്ലുമ്പോൾ സപ്തർഷികൾ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഈ ദുഷ്കർമ്മം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ രത്നാകരൻ പറയുന്നു, എനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട്, അവരെയൊക്കെ പോറ്റാനാണെന്ന് പറയുന്നു. അപ്പോൾ സപ്തർഷികൾ പറയുന്നു, നീ ചെയ്യുന്ന പാപകർമ്മത്തിന്റെ ഫലം അവരും കൂടി അനുഭവിക്കുമോ എന്ന് ചോദിക്കാൻ പറയുന്നു. അപ്പോൾ രത്നാകരൻ ചെന്ന് ചോദിക്കുന്നുണ്ട്, ദുഷ്കർമ്മ സഞ്ചയം ചെയ്ത് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങളും കൂടെ പകുത്ത് ഭുജിക്കുമോ, അത് ഞാൻ തന്നെ ഭുജിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാത്വിയായ സ്ത്രീ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പണ്ഡിതയൊന്നുമല്ല, താപസിയല്ല, അങ്ങനെയുള്ള ആ സ്ത്രീ പറയുന്നുണ്ട്, നിത്യവും ചെയ്യുന്ന ദുഷ്കർമ്മ സഞ്ചയം കർത്താവ് ഒഴിച്ച് മറ്റന്യൻ ഭുജിക്കുമോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് പറയുന്നുണ്ട്. നേരെ മറിച്ച് ആ സ്ത്രീ പറയുകയായിരുന്നു, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഫലം നല്ലതായാലും ചീത്തയായാലും ഞാനും കൂടി അനുഭവിച്ചോളാം എന്ന് ആ സ്ത്രീ പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കഥ? രാമായണവും ഉണ്ടാവത്തില്ല, വാൽമീകി ഉണ്ടാവുകയും പറ്റുന്നില്ല. അപ്പൊ ഈ രാമായണം ഉണ്ടാവാനായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം മാ നിഷാദ പ്രതിഷ്ഠ എന്നുള്ള ശ്ലോകമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ വായിച്ചു നോക്കിയപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം, രാമായണം ഉണ്ടാവാനുള്ള ആദ്യത്തെ കാരണം ഈ പേര് പോലും വെളിപ്പെടുത്താത്ത ആ സ്ത്രീയാണെന്നാണ്. പിന്നെ ഒരു കാരണം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അതിപ്പം പറഞ്ഞ സമയമില്ല. ഈ തമസാ നദിയിലെ ജലം ആണ് രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നുണ്ട്. അതുകൂടെ പറയാൻ പോയ സമയം പോകും, അതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. അപ്പം എൻ്റെ ഈ പ്രഭാഷണ വിഷയം താരോപദേശമാണ്. ഇപ്പം നമുക്ക് നേരിട്ട് അങ്ങോട്ട് വരാം. അതീവ ബുദ്ധിശാലിയും ദീർഘവീക്ഷണ പടവും സൂക്ഷ്മദൃഷ്ടിയുമുള്ള അതിസമർത്ഥയായ ഒരു സ്ത്രീയായിട്ടാണ് ആദികവി താരയെ അവതരിപ്പിക്കുന്നത്. രാമായണത്തിൽ 3 സന്ദർഭങ്ങളിലാണ് താര പ്രത്യക്ഷപ്പെടുന്നത്. അത്യന്തം വികാരനിർഭരവും സംഘർഷഭരിതവുമായ ഒരു രംഗത്തിലാണ് ആദ്യമായിട്ട് താര രംഗപ്രവേശം ചെയ്യുന്നത്. ബാലിയോടുള്ള യുദ്ധത്തിൽ നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുന്ന തോറ്റോടിയ സുഗ്രീവൻ അധികം താമസിക്കാതെ വീണ്ടും വന്ന് ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു. അലറി വിളിക്കുന്ന സുഗ്രീവന്റെ ശബ്ദം കേട്ട് ആശ്ചര്യചകിതനായ ബാലി കച്ചകെട്ടി യുദ്ധത്തിന് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ഭർത്താവിനെ തടയുന്ന താരയാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഭർത്തുരഗ്രേ ചെന്ന് ബദ്ധാസുര നേത്രയായി മധ്യയെ തടുത്തു ചൊല്ലിയിടുന്നാൾ താരയും എന്നാണ് പറയുന്നത്. എന്താണ് താര പറയുന്നതെന്ന് നോക്കാം. താര പറയുന്നു,
യുദ്ധത്തിൽ പരാജിതനായി പലായനം ചെയ്ത സുഗ്രീവൻ വീണ്ടും ഉടൻ തന്നെ ഒരു യുദ്ധത്തിന് വന്ന് വെല്ലുവിളിക്കണമെങ്കിൽ അവന് അതിപരാക്രമശാലിയായ ഒരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്തൊരു ദീർഘദൃഷ്ടി, അല്ലെങ്കിൽ എന്തൊരു സത്യമാണ് താര പറയുന്നത്. ബാലി വളരെ പണ്ഡിതനാണ്, രാജാവാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും മനസ്സിൽ ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് താര പറയുന്നത്. പക്ഷെ ഇതൊന്നും ബാലി ചെവിക്കൊള്ളുന്നില്ല. അന്നേരം താര വീണ്ടും പറയുന്നു, നാരദനിൽ നിന്നും അംഗദൻ ഗ്രഹിച്ച ഒരു കാര്യം, അതായത് ശ്രീരാമനും സുഗ്രീവനും തമ്മിലുണ്ടായ സഖ്യത്തിനെ കുറിച്ച് പറയുന്നു. പക്ഷെ അതും ബാലി വകവെക്കുന്നില്ല. അങ്ങനെ പോയിട്ട് ബാലി രാമശരമേറ്റ് മരിച്ചു കിടക്കുന്ന ബാലിയുടെ മൃതശരീരത്തിൽ വീണ് കിടന്ന് കരയുന്ന താരയാണ് നമ്മൾ രണ്ടാമതായിട്ട് കാണുന്നത്. ഇവിടെയാണ് താരോപദേശം നടക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് മൂന്നാമത്തെ താര വരുന്നതും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഈ ബാലിവധവും കഴിഞ്ഞ് സുഗ്രീവ രാജ്യാഭിഷേകവും കഴിഞ്ഞ് നിശ്ചിത സമയം കഴിഞ്ഞിട്ടും സീതാന്വേഷണത്തിന് വേണ്ട ഒരു ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നുള്ള കാരണത്താൽ സുഗ്രീവനെ ഭയപ്പെടുത്താനായിട്ട് പോകുന്ന ലക്ഷ്മണനെ തൻ്റെ നയചാതുര്യം കൊണ്ടും സാരസാരസ്യ വാക്കുകൾ കൊണ്ടും സ്വാന്തനിപ്പിക്കുന്ന താരയാണ് നമ്മൾ മൂന്നാമതായിട്ട് കാണുന്നത്. അപ്പം ആ ഒരു സന്ദർഭം എഴുത്തച്ഛൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. താരേശതുല്യമുഖിയായ മാനിനി താരാ ജഗൻ മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നത് അന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതിയായി മന്ദസ്മിതം ചെയ്ത് ചൊന്നാളഹോ എന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒരു അതിഥിയെ സ്വീകരിക്കേണ്ടത്. മന്ദസ്മിതം ചെയ്ത് വിനീതിയായി വണങ്ങി ഒക്കെ വേണം പറയാൻ. ഇപ്പം നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. കാരണം പലർക്കും അറിയാം. നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെന്ന മൊബൈലിൽ നോക്കി ഇരിക്കുന്നവരുണ്ടായിരിക്കും. അതൊന്നും അങ്ങനെയല്ല ഇതൊക്കെ വേണ്ടത് എന്നൊക്കെയുള്ള ഇങ്ങനെയുള്ള രാമായണത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ താരയുടെ ആ ആദ്യ വാചകം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. താര പറയുന്നു, അങ്ങയുടെ ഭക്തനും ഉത്തമ ഭൃത്യനുമായ സുഗ്രീവനോട് അങ്ങയെപ്പോലുള്ള മഹാത്മാക്കൾ പിണങ്ങിയാൽ അവൻ എന്താണ് ഒരു ഗതിയുള്ളത്? ഇത് അങ്ങയുടെ ഭവനം തന്നെയാണെന്നും കണക്കാക്കൂ എന്നൊക്കെ പറഞ്ഞ് ഈ ഇദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുന്നുണ്ട് ലക്ഷ്മണനെ. സമാനമായ ഒരു സാഹചര്യമാണ് നമ്മുടെ അയോധ്യാകാണ്ഡത്തില് അഭിഷേക വിഘ്നം വരുമ്പോഴും ഉണ്ടാകുന്നത്. അന്നേരം ഇതുപോലെ തന്നെ കോപാകുലനായ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പൊ ഈ താരയുടെ ഈ വാക്കുകളില് സ്നേഹമസൃണമായ സഹോദരിയുടെ ഒരു സ്നേഹമസൃണമായ വാക്കുകളോ അല്ലെങ്കിൽ ഒരു ആതിഥേയയുടെ സാമാന്യ മര്യാദയോ മാത്രമല്ല, നയചാതുര്യമുള്ള ഒരു നയതന്ത്രജ്ഞരുടെ ബുദ്ധിയും കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ ഈ സുഗ്രീവനെ ശാസിക്കാനായിട്ട് അല്ലെങ്കിൽ സുഗ്രീവനെ ഭീഷണിപ്പെടുത്താനായിട്ട് കിഷ്കിന്ധയിലേക്കോട്ട് പോകുന്ന ലക്ഷ്മണൻ കാണുന്ന കിഷ്കിന്ധയെ വാൽമീകി രാമായണത്തില് വാൽമീകി മഹർഷി വർണ്ണിക്കുന്നുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിലെ 33-ാം സർഗത്തിലാണ് ആ വർണ്ണനയുള്ളത്. ഏതേഷാം കവിമുഖ്യാനാം രാജമാർഗേ മഹാത്മനാം ദദർശ ഗ്രഹമുഖ്യാനി മഹാസാരാണി ലക്ഷ്മണ എന്നാണ് പറയുന്നത്. അതായത് ഈ രാജവീഥികളുടെ ഇരുവശത്തും ആ വാനരന്മാരുടെ മനോഹരങ്ങളായ കൊട്ടാര സദൃശ്യങ്ങളായ ഭവനങ്ങൾ ലക്ഷ്മണൻ കണ്ടു എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ആ ഭവനങ്ങളിൽ നിന്നും ശുദ്ധ സംഗീതത്തിൻ്റെയും നൃത്ത ചുവടുകളുടെയും എല്ലാം ആനന്ദധ്വനിയിൽ രൂപയൗവന ഗർവിതകളായ ഒരു ജനതയും കൂടെ ലക്ഷ്മണൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഋതുശോഭ പീലി വിടർത്തിയ ഐശ്വര്യസമൃദ്ധമായ മലമ്പ്രദേശം കിം കിം ദദാതി കിഷ്കിന്ധ എന്ന് ഭക്തകവിയായ നാരായണ ഭട്ടതിരി അദ്ദേഹത്തിന്റെ പ്രക്രിയാ സർവസ്വം എന്ന ഗ്രന്ഥത്തിൽ പദനിരുക്തി വരുത്തിയിട്ടുണ്ട്. ഈ കിഷ്കിന്ധയിൽ എന്തെല്ലാം ഉണ്ട് എന്ന ചോദ്യം, ഇവിടെ എല്ലാം ഉണ്ട് എന്നാണ് ഉത്തരം. അപ്പൊ അതുപോലെ ഈ രാവണന്റെ അക്രമങ്ങളിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാനായിട്ട് ബ്രഹ്മാദി ദേവന്മാര് മഹാവിഷ്ണുവിനെ സമീപിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അഹം ദാശരഥി ഭുക്ത്വ ഹനിഷ്യാമി ദശാനനം ആത്മാംശൈവ
ദേവ ദേവാസർവ വാനര രൂപണ ജായേരൻ വാനര നിഗ്രഹം കർത്തും മാമ സഹായം കർത്തും രാവണ നിഗ്രഹം എന്ന്. അതായത് രാവണ നിഗ്രഹത്തിന് ഞാൻ ദശരഥപുത്രനായി ഭൂമിയിൽ അവതരിക്കുമ്പോൾ എല്ലാ ദേവന്മാരും വാനര രൂപികളായി ഭൂമിയിൽ അവതരിച്ച് രാവണ നിഗ്രഹത്തിനായി എന്നെ സഹായിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മരഞ്ചാടി വാനരന്മാരെ പോലെ അല്ല അന്ന് കിഷ്കിന്ധയിൽ ഉണ്ടായിരുന്ന ബാലിയും സുഗ്രീവനും ഹനുമാനും എന്നൊക്കെ സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതുപോലെ തന്നെയാണ് താരയും. താരയുടെ ഒരു മഹത്വവും സംഭാഷണ ചാതുര്യവും അതുപോലെ ലോക പരിചയവും പരിജ്ഞാനവും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ വാൽമീകി രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡത്തിലെ 33, 34, 35 സർഗങ്ങൾ വായിച്ചാൽ മതി. അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞ താരോപദേശം നടക്കുന്നത് ബാലിയുടെ മൃതശരീരത്തിൽ വീണ് കരയുന്ന ഒരു സാധാരണ സ്ത്രീയായ താരയാണ്. അപ്പൊ ഈ താര ഇങ്ങനെ കരയുന്ന കൂട്ടത്തില് ശ്രീരാമനോട് പരുഷങ്ങൾ പറയുന്നുണ്ട് ഇഷ്ടം പോലെ. താര പറയുന്നുണ്ട്, ബാലിയെ കൊന്ന അമ്പുകൊണ്ട് എന്നെയും കൂടെ കൊന്നുകളയൂ, അങ്ങനെയാണെങ്കിൽ നിനക്ക് കന്യാദാനം ചെയ്ത ഫലം ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ താര ഒരു വാങ്മയ അസ്ത്രം കൂടെ ശ്രീരാമന് നേർക്ക് തുടങ്ങുന്നുണ്ട്. വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു വാക്ക്. താര പറയുന്നു, ആര്യനാം നിന്നാൽ അനുഭൂതയല്ലയോ ഭാര്യ വിയോഗജ ദുഃഖം രഘുപതേ എന്ന്. അപ്പൊ ഇങ്ങനെ വീണ് കിടക്കുന്ന താരയോട് ആ ദുഃഖത്തിൽ നിന്ന് മാറുന്നതിനായിട്ട് ശ്രീരാമൻ നൽകുന്ന തത്വോപദേശം, അതായത് ഈ ജീവിതത്തിൻ്റെ നശ്വരതയെ കുറിക്കുന്ന ഗഹനമായ തത്വങ്ങൾ ഉപദേശിക്കുന്നതാണ് താരോപദേശം. ഇപ്പോൾ നമുക്കൊരു ചെറിയ സംശയം തോന്നാം, ഇങ്ങനെ ദുഃഖിതയായി ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോടാണോ തത്വോപദേശം നൽകേണ്ടത് എന്നൊരു സംശയം തോന്നാം. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഏറ്റവും ദുഃഖാവസ്ഥയിലും അതുപോലെ കലുഷിതമായ മനസ്സിൻ്റെ ഉടമസ്ഥതയിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് ഉപദേശം കേൾക്കുവാൻ എല്ലാവർക്കും ഒരു മനസാന്നിധ്യം ഉണ്ടാവുന്നത്. നമ്മൾ ഐശ്വര്യത്തിൻ്റെ കൊടുമുടിയിൽ ഇരിക്കുമ്പോഴോ ആഹ്ലാദത്തിൽ മയങ്ങിയിരിക്കുമ്പോഴോ ഉപദേശങ്ങളൊന്നും കേൾക്കാൻ ആർക്കും സമയം ഉണ്ടാവുകയില്ല. ഏറ്റവും പ്രസിദ്ധമായ സാർവലൗകികമായ ഉപദേശം നമ്മൾ പറയുന്ന ഗീതോപദേശമാണ്. ആ ഗീതോപദേശം നടക്കുന്ന എവിടെയാണ്? യുദ്ധഭൂമിയിലാണ്. ആരോടാണ് ഉപദേശം ചെയ്യുന്നത്? വളരെ ദുഃഖിതനായി കലുഷിത മനസ്കനായി കാർപ്പണ്യദോഷം മൂലം ധർമ്മമേത് അധർമ്മമേത് എന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ധർമ്മമൂഢചേതസ്സനായിരിക്കുന്ന അർജുനനോടാണ് ഗീതോപദേശം ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ടും സമാന സാഹചര്യങ്ങളാണ്. താരയോട് ആദ്യമായിട്ട് ശ്രീരാമൻ ചോദിക്കുന്നത് എന്തിന് ശോകം വൃഥ എന്നാണ്. എന്തിനാണ് നീ വെറുതെ ദുഃഖിക്കുന്നത്? നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഗീതോപദേശം തുടങ്ങുന്നതും അതുപോലെ തന്നെയാണ്. 2-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകത്തോടു കൂടിയാണ് ഗീതോപദേശം തുടങ്ങുന്നത്. ആ ഗീതോപദേശത്തിൽ പറയുന്നത് അശോച്യാൻ അന്യശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂന ഗതാശ്ചൂംശ നാനു ശോചന്തി പണ്ഡിതാഹ എന്ന് പറയുന്നത്. മരിച്ചവരെ കുറിച്ചോ ജീവിച്ചവരെ കുറിച്ചോ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട അർജുന എന്ന് പറഞ്ഞാണ് ഗീതോപദേശവും തുടങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ താരയോടുള്ള ഉപദേശവും തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ ശ്രീരാമൻ ചോദിക്കുന്നത് നിന്റെ ഭർത്താവ് ദേഹമോ ജീവനോ എന്നാണ്. അതാണ് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം. ഈ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധം അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഈ ദേഹമാണ് ഞാൻ എന്ന ചിന്ത മനുഷ്യർക്ക് മോഹത്തെ ജനിപ്പിക്കുന്ന അവിദ്യയാകുന്നു. അതുപോലെ തന്നെ ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന ബോധം മോഹത്തെ ഇല്ലാതാക്കുന്ന വിദ്യയുമാകുന്നു. ഇത് ലക്ഷ്മണോപദേശത്തിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നു, ശ്രീരാമൻ തുടരുന്നു, പഞ്ചഭൂതാത്മകമായ ഈ ശരീരം ത്വക്ക്, മാംസം, രക്തം, അസ്ഥി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതും ജഡവുമാണ്. ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ബുദ്ധി എന്നിവയ്ക്ക് മുകളിലാണ് ആത്മാവ്. ഈ ആത്മാവിന് ദുഃഖമോ സുഖമോ ഇല്ല, ജനനമോ മരണമോ ഇല്ല.
ഇത് ഭഗവത്ഗീതയിലും കഠോപനിഷത്തിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ന ജായതേ മ്രിയതേവ കഥാചിത് നായം ഭൂത്വാ ഭവിതാവ ന ജായക അജോ നിത്യ ശാശ്വതോയം പുരാണക ന ഹന്യതേ ഹന്യമാന ശരീരെ എന്ന ഗീത. ഇത് തന്നെ ചില വാക്കുകളുടെ വ്യത്യാസത്തിൽ മാത്രം കഠോപനിഷത്തിലും പറയുന്നുണ്ട്. ഈ ഉപദേശം തുടരുന്നുണ്ട്. എന്താണ്? ഇല്ലാത്തതുണ്ടാകയില്ലയല്ലോ ഇല്ലാതെ പോകയിൽ ഉള്ളതെന്നും ദേഹിക്ക് നാശം ഉണ്ടാകയില്ല ദേഹം നശിച്ചിടുമെന്നാലും ആരെയും ആത്മാവ് കൊല്ലുന്നില്ല ആരാലും കൊല്ലപ്പെടുകയുമില്ല. വസ്ത്രം പഴയത് ഉപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പത് പോലെ അത്രേ ജീർണിച്ച ദേഹം ത്യജിച്ചു ദേഹി പൂർണ്ണം ധരിക്കുന്നു വേറെ ദേഹം എന്നൊക്കെ ശ്രീരാമൻ ഉപദേശിക്കുന്ന കൂട്ടത്തില് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ താരയ്ക്കൊരു സംശയം. എന്താണ് താര ചോദിക്കുന്നത്? ജീവനും ദേഹവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് താര ചോദിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ വളരെ ഗുഹ്യമായ തത്വം ഉപദേശിക്കുന്നു. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം ഉപദേശിക്കുന്നു. അദ്ദേഹം പറയുന്നു, ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്, രണ്ടും തമ്മിൽ യാതൊരു ഭേദവുമില്ല. തമ്മിൽ ഭേദമുണ്ടെന്ന് ധരിക്കുന്നത് അജ്ഞാനികളാണ് എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഗീതോപദേശം പറയുന്നു, ഞാനെന്ന ഭാവം അത് തോന്നായി വരേണമിക തോന്നുന്നതാകൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ ജയ. അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട ഒരു അറിവ്. അപ്പൊ ആ അറിവ് ഉണ്ടാവണം. ശ്രീരാമൻ പറയുന്നു, കഴിഞ്ഞ ജന്മത്തിലും നിനക്ക് എന്നിൽ ഇതുപോലെ വലിയ ഭക്തി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എൻ്റെ രൂപം ഞാൻ നിനക്ക് കാട്ടിത്തന്നത്. ഈ രൂപം ധ്യാനിക്കുകയും എൻ്റെ വാക്കുകൾ ചിന്തിക്കുകയും ചെയ്യുന്ന നിനക്ക് ശോകത്തിന്റെ ആവശ്യമില്ല, നിനക്ക് മോക്ഷം ലഭിക്കും എന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. ഗീതോപദേശവും ഇതുപോലെ തന്നെയാണ്. ഗീതോപദേശം സമാപിക്കുന്നതും ഇതേ വാക്കുകളോടുകൂടിയാണ്. 18-ാം അധ്യായത്തിലെ 66-ാമത്തെ ശ്ലോകമാണ്. ആ ശ്ലോകത്തിൽ പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. മോക്ഷം തരാം, നീ ഒരു കാരണവശാലും ദുഃഖിക്കണ്ട എന്നാണ് ശ്രീരാമൻ പറയുന്നത്. അപ്പൊ ഈ രണ്ട് ഉപദേശങ്ങളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒരുപോലെയാണ്. ആരംഭിക്കുന്നതും പറയുന്നത് ശോകം വേണ്ട, ദുഃഖിക്കണ്ട എന്നാണ്. അവസാനിക്കുന്നതും അതേപോലെ തന്നെ പറഞ്ഞാണ്, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു ഉപദേശം നടക്കുന്നത് ത്രേതായുഗത്തിലാണ്, രണ്ടാമത്തേത് നടക്കുന്നത് ദ്വാപര യുഗത്തിലാണ്. അപ്പൊ ഈ രണ്ട് യുഗത്തിലും സമാനമായ സാഹചര്യത്തിലും സമാനമായ വാക്കുകളിലുമാണ് ഈ ഉപദേശങ്ങൾ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉപദേശത്തിന് നമ്മുടെ കലിയുഗത്തിലും വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ ഉപദേശങ്ങളൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും സകല വിധത്തിലുള്ള ജീവിത ഐശ്വര്യങ്ങളും എല്ലാ സുഖങ്ങളും ലഭിക്കും എന്നുള്ളത് സത്യമാണ്. അതനുസരിച്ച് എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.